ടിച്ചല്ല അഥവാ വക്കാണ്ടയുടെ കിങ് ആയ ബ്ലാക്ക് പാന്തർ യുണൈറ്റഡ് നേഷൻസിനോട് വക്കാണ്ട എന്ന രാജ്യത്തിനെ പറ്റിയും അവിടുത്തെ കൾച്ചറിനെ പറ്റിയുമെല്ലാം പറയുകയാണ്. ഈ സമയത്ത് ടിച്ചല്ലയെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ക്രോസ് ബോൺസ് അവിടേക്ക് എത്തുന്നു. മറ്റാർക്കോ വേണ്ടിയിട്ടാണ് ക്രോസ് ബോൺസ് ടിച്ചല്ലയെ എലിമിനേറ്റ് ചെയ്യാൻ എത്തിയത്. അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡ്സിനെ എല്ലാം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ക്രോസ് ബോൺസിനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ക്യാപ്റ്റൻ അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നു. ക്യാപ്റ്റൻ അമേരിക്കയും ക്രോസ് ബോൺസുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടക്കുവാണ്. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് ക്രോസ് ബോൺസ് തന്റെ മെഷീൻ ഗൺ എടുത്ത് ക്യാപ്റ്റൻ അമേരിക്കയെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് പാന്തർ അവിടേക്ക് വന്നിട്ട് ക്രോസ് ബോൺസിനെ ആക്രമിച്ച് തറ പറ്റിക്കുന്നു. അതുമാത്രമല്ല, വൈബ്രേനിയം ഷീൽഡ് കൈക്കലാക്കിയിട്ട് ക്യാപ്റ്റൻ അമേരിക്കയോട് ബ്ലാക്ക് പാന്തർ പറയുവാണ്, ഈ വൈബ്രേനിയം ഷീൽഡ് എന്റേതാണ്, ഇത് ഞാൻ അങ്ങ് എടുക്കുവാണ് എന്നൊക്കെ. എന്നാൽ ക്യാപ്റ്റൻ അമേരിക്ക ബ്ലാക്ക് പാന്തറിനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ അമേരിക്കയുടെ ആ ശ്രമം പരാജയപ്പെട്ടു. ഈ വൈബ്രേനിയം ഷീൽഡ് വക്കാണ്ടയിലാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് പാന്തർ തന്റെ ജെറ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഒട്ടും താമസിയാതെ അവഞ്ചേഴ്സ് വക്കാണ്ടയിലേക്ക് പോകുവാണ്. വക്കാണ്ട ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് വക്കാണ്ടയിലേക്ക് കടക്കാൻ അവഞ്ചേഴ്സിന് സാധിച്ചില്ല. അവഞ്ചറ്റിൽ നിന്നും ഇറങ്ങിയിട്ട് തോറ് ഹോക്കൈയെയും അയൺമാൻ ക്യാപ്റ്റൻ അമേരിക്കയും കൂട്ടി വക്കാണ്ടയുടെ റേഡാറിൽ പെടാതെ പറന്ന് വക്കാണ്ടയിലെ പാലസിലേക്ക് എത്തി. എന്നാൽ ബ്ലാക്ക് പാന്തറിന്റെ ബോഡി ഗാർഡ്സ് ആയ ഡോറ മിലാജെ അവഞ്ചേഴ്സിനെ വളയുന്നു. ഡോറ മിലാജയും അവഞ്ചേഴ്സും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുവാണ്. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് തോറ് മ്യോൾനിയറിന്റെ സഹായത്തോടെ ലൈറ്റ്നിങ്ങും സ്റ്റോമും ക്രിയേറ്റ് ചെയ്തിട്ട് ഡോറ മിലാജിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ക്യാപ്റ്റൻ അമേരിക്ക പാലസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ വൈബ്രേനിയം ഷീൽഡ് കണ്ടുപിടിച്ച ക്യാപ്റ്റൻ അമേരിക്ക അതെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ മൊത്തം ട്രാപ്പുകളാണെന്ന് ക്യാപ്റ്റൻ അമേരിക്ക മനസ്സിലാക്കി. എന്തായാലും ട്രാപ്പുകളിലൊന്നും പെടാതെ അതിസാഹസികമായിട്ട് ക്യാപ്റ്റൻ അമേരിക്ക തന്റെ വൈബ്രേനിയം ഷീൽഡ് കൈക്കലാക്കി. അതുമാത്രമല്ല, തന്റെ വൈബ്രേനിയം ഷീൽഡ് ത്രോ ചെയ്ത് ആ ട്രാപ്പുകളും ക്യാപ്റ്റൻ അമേരിക്ക നശിപ്പിക്കുന്നു. എന്നാൽ ക്യാപ്റ്റൻ അമേരിക്ക മറ്റൊരു ട്രാപ്പിൽ പെട്ടുപോവുകയാണ്. അതോടെ വൈബ്രേനിയം ഷീൽഡ് വീണ്ടും സ്വന്തമാക്കുകയാണ് ബ്ലാക്ക് പാന്തർ. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ബ്ലാക്ക് പാന്തർ തന്റെ ട്രാപ്പ് പിൻവലിക്കുന്നു. പിന്നീട് ബ്ലാക്ക് പാന്തർ തന്റെ ത്രോണിൽ ഇരുന്നുകൊണ്ട് അവഞ്ചേഴ്സിനോട് പറയുവാണ്, വൈബ്രേനിയം ഷീൽഡ് എന്റേതാണ്, വൈബ്രേനിയം വക്കാണ്ടയ്ക്ക് അവകാശപ്പെട്ടതാണ്, വക്കാണ്ടയ്ക്ക് വെളിയിൽ വൈബ്രേനിയം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മോഷ്ടിക്കപ്പെട്ടതാണ്. ആ ഹോവാർഡ് സ്റ്റാർക്ക് വൈബ്രേനിയത്തിന്റെ സഹായത്തോടെ വൈബ്രേനിയം ഷീൽഡ് ഉണ്ടാക്കിയിട്ട് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അയാൾ വക്കാണ്ടയിൽ നിന്നും മോഷ്ടിച്ചതാകാം എന്നൊക്കെ. ഈ സമയത്ത് വൈബ്രേനിയം ഷീൽഡ് അടിച്ചു മാറ്റാനെത്തിയ ഉളിസിസ് ക്ലോ ബ്ലാക്ക് പാന്തറിന്റെ ട്രാപ്പില് പെട്ടുപോകുന്നു. പെട്ടെന്ന് തന്നെ തന്റെ സോണിക് ഡിസ്ട്രപ്റ്റർ ഉപയോഗിച്ച് ഉളിസിസ് ക്ലോ ആ ട്രാപ്പ് നശിപ്പിക്കുകയും അവഞ്ചേഴ്സിനെയും ബ്ലാക്ക് പാന്തറിനെയും ഡോറ മിലാജയും ഒക്കെ ആക്രമിക്കുന്നു. അവഞ്ചേഴ്സും ബ്ലാക്ക് പാന്തറും കണ്ടിന്യൂസ് ആയിട്ട് ഉളിസിസ് ക്ലോയെ ആക്രമിക്കുന്നുണ്ടെങ്കിലും വൈബ്രേനിയം ഷീൽഡിന്റെ സഹായത്തോടെ ആ ഷീൽഡിലേക്ക് തന്റെ സോണിക് ഡിസ്ട്രപ്റ്റർ ഷൂട്ട് ചെയ്ത് അവിടെ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ട് ഉളിസിസ് ക്ലോ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഉളിസിസ് ക്ലോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുൻപ് ഹോക്കൈ ഒരു മാഗ്നറ്റിക് GPS ട്രാക്കർ ഉളിസിസ് ക്ലോയുടെ നേരെ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒട്ടും താമസിയാതെ ഉളിസിസ് ക്ലോയുടെ ലൊക്കേഷൻ തേടി ബ്ലാക്ക് പാന്തറും അവഞ്ചേഴ്സും ഡോറ മിലാജയും അവരുടെ ജെറ്റില് അവിടേക്ക് പോകുന്നു. ഈ സമയത്ത് ക്യാപ്റ്റൻ അമേരിക്ക ബ്ലാക്ക് പാന്തറിനോട് പറയുവാണ്, വൈബ്രേനിയം ഷീൽഡ് ഉണ്ടാക്കാനുള്ള വൈബ്രേനിയം ഹോവാർഡ് സ്റ്റാർക്കിന് കൊടുത്തത് നിന്റെ അച്ഛനായ ടിച്ചാക്കയാണ്. വക്കാണ്ടയിലേക്കുള്ള ഹൈഡ്രയുടെ ഇൻവേഷനെ തടയാൻ ഞാനും ഹോവാർഡ് സ്റ്റാർക്കും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിന് അദ്ദേഹം തന്നെയാണ് ഹോവാർഡ് സ്റ്റാർക്കിന് വൈബ്രേനിയം സമ്മാനിച്ചത് എന്നൊക്കെ. അങ്ങനെ അവഞ്ചേഴ്സ് ഉളിസിസ് ക്ലോയുടെ ബേസിലേക്ക് എത്തുന്നു. ഈ സമയത്ത് ഉളിസിസ് ക്ലോ താൻ വൈബ്രേനിയം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത തന്റെ ആർമറിൽ അവഞ്ചേഴ്സിനെയും ബ്ലാക്ക് പാന്തറിനെയും നേരിടാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അവഞ്ചേഴ്സ് ഉളിസിസ് ക്ലോയെ എത്ര അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഉളിസിസ് ക്ലോയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ഉളിസിസ് ക്ലോ അവഞ്ചേഴ്സിനെയും ബ്ലാക്ക് പാന്തറിനെയും ഡോറ മിലാജയും ആക്രമിച്ച് തറ പറ്റിക്കുന്നു. എന്തായാലും ഒരു നീണ്ട പോരാട്ടത്തിന്റെ ഇടയ്ക്ക് ബ്ലാക്ക് പാന്തർ ഉളിസിസ് ക്ലോയുടെ പക്കൽ നിന്നും വൈബ്രേനിയം ഷീൽഡ് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ബ്ലാക്ക് പാന്തറും തോറും ഉളിസിസ് ക്ലോയെ പിടികൂടിയ സമയത്ത് അയൺമാൻ ക്യാപ്റ്റൻ അമേരിക്കയുടെ സഹായത്തോടെ വൈബ്രേനിയം ഷീൽഡിലേക്ക് തന്റെ റിപ്പൾസേഴ്സ് ഉപയോഗിച്ച് അതിൽ ഷൂട്ട് ചെയ്യുന്നതോടെ അത് റിഫ്ലക്ട് ചെയ്തു വന്ന് പതിക്കുന്നത് ഉളിസിസ് ക്ലോയുടെ വൈബ്രേനിയം ആർമറിലാണ്. അതെ, അങ്ങനെ അവഞ്ചേഴ്സ് ഉളിസിസ് ക്ലോയെ ഡിഫീറ്റ് ചെയ്തു. അങ്ങനെ ബ്ലാക്ക് പാന്തർ ഉളിസിസ് ക്ലോയെ പിടികൂടി.
തിരികെ വക്കാണ്ടയിലെത്തിയ ക്യാപ്റ്റൻ അമേരിക്ക വൈബ്രേനിയം ഷീൽഡ് ബ്ലാക്ക് പാന്തറിന് തിരികെ കൊടുക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ആ വൈബ്രേനിയം ഷീൽഡ് ക്യാപ്റ്റന് തന്നെ തിരിച്ചു കൊടുക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.